അസ്സലാമു വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നല്ലൊരു പൂന്തോട്ടം കാണാൻ കേട്ടോ. സാധാരണ നല്ല അടിപൊളി പൂന്തോട്ടം ഗുണ്ടൽപേട്ടയിലാണ് വിശാലമായ പൂന്തോട്ടം ഉള്ളത്. ഇത് നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലെ മക്കരാപറമ്പ് എന്ന സ്ഥലത്താണ് നല്ല പൂന്തോട്ടം ഉള്ളത്. നമ്മുടെ ചങ്ക് സലാമാണ് നമ്മൾ കൂടെ ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിലെ മക്കരാപറമ്പ് എന്ന സ്ഥലത്ത് ഇപ്പോൾ എത്തിന്ന്. ഇവിടുന്ന് 4 കിലോമീറ്റർ പോകാണ്ട് കരിഞ്ചാപ്പടി എന്ന സ്ഥലത്താണ് നമ്മളെ ആ പൂന്തോട്ടം ഉള്ളത്. അപ്പോൾ നമ്മൾ പൂന്തോട്ടത്തിൻ്റെ അടുത്ത് എത്തിന്ന്. അപ്പോൾ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മക്കരാപറമ്പിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലോട്ട് പോരാണ്ട്. അപ്പോൾ ബൈക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോരാ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അടിപൊളി കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഫസ്റ്റ് ഉള്ളത് മഞ്ഞ മല്ലികയാണ്. പിന്നെ ഫുള്ള് സൂര്യകാന്തി ആണ്. വിശാലമായിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇതാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായ പൂന്തോട്ടം. ചെണ്ടുമല്ലികയാണ്. ഇത് കാണാൻ തന്നെ കണ്ണിന് നല്ലൊരു കുളിർമയാണ്. രണ്ട് തരം മല്ലിക ഇപ്പോൾ ഉള്ളത്. ചുവന്ന മല്ലിക, മഞ്ഞ മല്ലിക, പിന്നെ സൂര്യകാന്തി. 3 പൂക്കളാണ് കാര്യമായിട്ട് കൂടുതൽ ഇവിടെ ഉള്ളത്. പിന്നുള്ള സൂര്യകാന്തിൻ്റെ പൂക്കളാണ്. ഫുള്ള് സൂര്യകാന്തിയാ. സലാംക്ക, നമ്മളെ പൂന്തോട്ടം എങ്ങനെയുണ്ട്? അടിപൊളിയാ. നമ്മളിപ്പോൾ ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ ഗുണ്ടൽപേട്ട് പോകേണ്ടിന്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് ഇന്നേ വരെ എന്നെ സാധിച്ചില്ല. ഇന്നിപ്പോൾ മലപ്പുറത്ത് മക്കരപ്പറമ്പ് എന്ന സ്ഥലത്ത് നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോന്നാൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം ഉണങ്ങി വരുന്നുണ്ട്, സംശയമുണ്ട്. വരുന്നവർ എത്രയും പെട്ടെന്ന് വരിക. പിന്നെ പൂക്കളൊരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. നല്ല വീഡിയോ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ പൂന്തോട്ടം. അടിപൊളിയാണ്. ഫുള്ള് സൺഫ്ലവറിൻ്റെ പൂക്കളാണ് കാണുന്നത്. ഇതൊക്കെ പ്രകൃതിയുടെ സൗന്ദര്യമാണ്. നമ്മൾ ഒരിക്കലും എന്താ നശിപ്പിക്കരുത്. പൂക്കൾ പറിക്കൊന്നും ചെയ്യരുത്. നല്ല കാറ്റുണ്ട്. ഇപ്പോൾ വന്ന സമയം ഒരു ഉച്ച സമയമാണ്. ഇപ്പോൾ 1 മണിയാണ്. നല്ല വെയിലുണ്ട്. ഇപ്പോൾ അപ്പോൾ ഈ പൂവൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതാണ് ചെരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പൂക്കളൊക്കെ. തേനീച്ച തേൻ കുടിക്കുകയാണ്. കാണാൻ നല്ല അടിപൊളി പൂവല്ലേ. ഇത് നോക്കി നിൽക്കാൻ, ഈ പൂക്കളൊക്കെ നശിപ്പിക്കണം നോക്കി നിൽക്കുകയാണ്. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇത് വന്ന് നോക്കിയാലൊക്കെ ഒരു അടിപൊളി ആയിക്കാരം. വരികയാണെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വരിക. ഈ പൂക്കളൊക്കെ ഇനി കൊഴിഞ്ഞ് പോവും. അതിന് മുമ്പ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ വരിക. ഫുള്ളായിട്ട് സൂര്യകാന്തിയാണ്. നമ്മൾ വരാൻ കുറച്ച് വൈകി, അതുകൊണ്ടാണ് ഇപ്പം ഭംഗി തോന്നാത്തത്. നല്ല സലാംക്കയാണ്, നാട്ടുകാരനാണ്, നമ്മളെ അടുത്ത കൂട്ടുകാരനാണ്. ഞാനിപ്പോൾ വീട്ടിൽ വെറുതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സലാം വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഫോൺ വിളിച്ചിട്ട് നമ്മൾ പോവല്ലെന്ന്. എവിടേക്കെന്ന് ചോദിച്ചിട്ടില്ല. പോവില്ലെന്ന് പറഞ്ഞപ്പോൾ ബാഗ് എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും നമ്മളെ കൂടെ വരലുണ്ട്. അവൻ എവിടെ പോവുകയാണെങ്കിലും എന്നെയും കൂട്ടലുണ്ട്. നല്ല ഭംഗിയുണ്ട്. യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്.
കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ കേട്ടോ. ചെണ്ടുമല്ലിക, ഉണ്ട മല്ലിക. മഞ്ഞ മല്ലികയും ചുവന്ന മല്ലിക, സൂര്യകാന്തി. സലാംക്ക പൂന്ന് തേൻ കുടിക്കണ തേനീച്ചനെ ഫോട്ടോ എടുക്കുകയാണ്. തേനീച്ച തേൻ കുടിക്കുകയാണ് പൂവിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയിട്ട്. പൂക്കൾ എങ്ങനെ ഉണ്ട്? ചുറ്റുഭാഗത്തും ഉണ്ട് അല്ലേ, മഞ്ഞയും ചുവപ്പും. സൂര്യകാന്തി കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ അടിപൊളിയാണ്, സൂപ്പറാട്ടോ. ഇത് സാധാരണ നമ്മൾ കാണുന്നത് ഗുണ്ടൽപേട്ടയാണ്. മൈസൂർ പോണ റോട്ടിൽ ഗുണ്ടൽപേട്ട ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ സ്വന്തം മലപ്പുറത്ത് ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണ് ഓമാനൂരിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ വന്നത്. 2 വർഷമായി ഇവിടെ കൃഷി ചെയ്യണത്. അപ്പോൾ ഇപ്പോഴാണ് എല്ലാവരും ഫേമസായി എത്തിക്കൊണ്ടിരിക്കുന്നത്. സൂര്യകാന്തി വിത്തെടുത്ത് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മല്ലിക ഓണം സീസൺ ടൈമിൽ മല്ലിക കൊണ്ടുപോകും കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ. അടിപൊളിയാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂപ്പറല്ലേ ഈ പൂന്തോട്ടമൊക്കെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാം, പക്ഷെ നമ്മളാരും ഇതിലേക്ക് ഇറങ്ങി തിരിക്കാത്തതുകൊണ്ടാണ്. നല്ലൊരു ബിസിനസ്സാണ്. ഫുള്ള് സൂര്യകാന്തിൻ്റെ വിത്ത് എടുത്തിട്ടാണ് എണ്ണ ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്നത്. നല്ലൊരു ബിസിനസ്സാണ് വിശാലമായിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും ഇത് ചെയ്യണില്ല. നമ്മുടെ നാട്ടിലും ചെയ്യുക, അത് നമ്മുടെ സ്വന്തം മലപ്പുറത്താണ്. അപ്പോൾ ഗുണ്ടൽപേട്ട പോകേണ്ട ആവശ്യമില്ല. സീസൺ ആകുമ്പോൾ ഇങ്ങോട്ട് വരിക. 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ പൂക്കളൊക്കെ പോകും. എല്ലാ വർഷവും ഇവിടെ കൃഷി ചെയ്യലുണ്ട്. അപ്പോൾ സൂര്യകാന്തി, മഞ്ഞ മല്ലിക, ചെണ്ടുമല്ലിക, ഒരുപാട് കൃഷി 2 സൈഡിലും വിശാലമായിട്ടുണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വരിക. അടിപൊളിയാണ് കാണാൻ. തോട്ടം കരുവള്ളി അമീർ ബാബു എന്ന ആളുതാണ്. അപ്പോൾ അയാൾ സാധാരണക്കാരനല്ല. അയാൾ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയാണ്. കഴിഞ്ഞ 1 മാസം മുമ്പ് മികച്ച കർഷകനുള്ള അവാർഡ് രാഷ്ട്രപതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാണ്. അതേപോലെ കഴിഞ്ഞ വർഷം കേരള സർക്കാരിൻ്റെ അവാർഡും വാങ്ങിയ ഒരു വലിയ മനുഷ്യനാണ്. അയാളെ കൃഷിയാണ് കേട്ടോ അത്. നമ്മളിപ്പോൾ ഈ കരിഞ്ചപ്പാടി നമ്മളിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മക്കരാപറമ്പാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സലാമുക്കാൻ്റെ അഭിപ്രായം എന്തൊക്കെയാണ്? അതെ, ഇത് നമ്മളെ സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ ഗുണ്ടൽപേട്ട, ഇതിപ്പോൾ നോക്കി നമ്മളെ സ്വന്തം മലപ്പുറത്ത് ഏകദേശം ഒരു 20-30 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കാഴ്ച. എന്തായാലും ഒരു 2-3 ദിവസം കൂടി ഇത് ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലേ? 2 ദിവസം ഉണ്ടാവുള്ളൂ. അതെ, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ എല്ലാ വർഷവും ഉണ്ടാവും. സീസൺ ടൈം ആകുമ്പോൾ എല്ലാവരും വരിക. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കുഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷണം നടത്തിയെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് വരിക. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ നിരുത്സാഹപ്പെടേണ്ട, അടുത്ത പ്രാവശ്യം എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചങ്ങായിമാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോ വരാണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.